ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവില് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിന്നർ കുക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന പ്രവീണ്, ലക്ഷ്മി, ജിഷിൻ മോഹൻ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അനീഷ് അവിടെ പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിലെ അനീഷിന്റെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിലേക്കാണ് അനീഷ് തിരിച്ചു വന്നിരിക്കുന്നത്. നോമിനേഷനിൽ വന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ഗെയിം സ്ട്രാറ്റജി കളിച്ച് തിരിച്ച് ആ ഒരു പവറിലേക്ക് തിരിച്ചു വരാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കാം അനീഷിന്റെ ആ ഒരു കളി അനീഷ് കളിക്കുന്നത്. അപ്പോൾ അനീഷ് അവിടെ നിൽക്കുന്നത് വെറുതെ നിൽക്കുവാണ്. ഫസ്റ്റ് വീക്ക് പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു രീതിയിലുള്ള പ്രൊവോക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അനീഷ് അവിടെ നിൽക്കുവാണ്. അപ്പോ ഉടനെ ജിഷിൻ മോഹനും ശരത്തും എല്ലാരും കൂടി വന്നതിന് മാറി നിക്കടാ ഇവിടുന്ന് മാറി നിൽക്കുന്നീ, നിന്റെ തുപ്പല് വീഴുന്നു, ഷാനവാസും എല്ലാരും ഉണ്ട്, കൂട്ടം കൂടി നിന്നുള്ള പരിപാടിയാണ്. അഭിലാഷ്, ഒനീല് മാറി നിക്ക്. അനീഷ് അവിടെ മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. ഈ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്ന അനീഷ് അവിടെ കണ്ടുകൊണ്ട് അവിടെ നോക്കി നിൽക്കുവാണ്. അനീഷിനെ അവിടുന്ന് മാറ്റാഞ്ഞിട്ട് ഇവന്മാർക്കെല്ലാം കൂടെ സൂക്കേട്. അപ്പൊ അനീഷ് അവിടെ നിന്ന് അത് നോക്കുന്നതിന് എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനീഷ് അവിടെ നിൽക്കും തോറും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ശരത്തൊക്കെ പറയുന്നത് ഇവനെ പിടിച്ചു തള്ളി മാറ്റാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇവന്റെ തലയടിച്ചു പൊളിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ആ രീതിയിലൊരു കേസും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് ഓർത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വെറുതെ ഇരുന്നൊക്കെ പറയുവാണ്. അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. അനീഷിന്റെ പ്രസൻസ് ആണ് ഇവരുടെ എല്ലാവരുടെയും ട്രിഗർ പോയിന്റ്. അനീഷിന്റെ പ്രസൻസ് മാത്രം മതി ഇവർക്കൊക്കെ ട്രിഗർ ആവാനും പ്രൊവോക്ക് ആവാനും. ജിഷിൻ മോഹനൊക്കെ വെറുതെ ഷോ കാണിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അനീഷിന്റെ മുന്നില്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ യേശു എന്ന്. പ്രവീണാണെ പറയുന്നുണ്ട്, ചെവിക്കകത്ത് കയറി നീ എന്തിനാടാ മിണ്ടുന്നത്, ചെവിക്കകത്തിരുന്ന് കയറി ആരും അവിടെ മിണ്ടിയിട്ടില്ല, നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുവാണ്. അതിലും വലിയ പ്രശ്നങ്ങൾ കിച്ചണിൽ നടന്നിട്ട് അവിടെ പാചകം ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ തന്നെ. അപ്പൊ പിന്നെ എന്തിനാണ് അനീഷ് അവിടെ മിണ്ടാതെ നിൽക്കുന്ന ഒരാളെ പിടിച്ചു മാറ്റാനായിട്ട് പോയി വെറുതെ ആ മനുഷ്യന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് ആ മനുഷ്യനെ സ്റ്റാർ ആക്കുക എന്നുള്ളതാണ് ഈ മണ്ടന്മാരുടെ എല്ലാവരുടെയും ഒരു ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞ അനീഷിനെ സ്റ്റാർ ആക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അപ്പാനിഷരത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള മനുഷ്യനല്ലേ, പറഞ്ഞാൽ മാറാൻ പറ്റത്തില്ലേ, പിന്നെ എന്താണ് ഇതിലും വലിയ ക്യാപ്റ്റൻസ് ഇവിടെ വന്നിട്ടും അവനെ മാറ്റാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബിൽഡപ്പ് കൊടുക്കുവാണ് അനീഷിന്. അനീഷ് അവിടെ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ. അതിനാണ് ഈ തലമണ്ട അടിച്ച് പൊളിക്കുകയെന്നും ഈ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വെറുതെ കൊടുത്തോണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, അനീഷിനെ സ്റ്റാർ ആക്കുക, അനീഷ് നോമിനേഷന് വന്ന് അനീഷിനെ സ്റ്റാർ ആക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഈ വൈൽഡ് കാർഡുകൾക്ക് പോലും ഒരു ബുദ്ധിയും വിവരവും ഇല്ലാതായി പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് എനിക്കിപ്പോ. ജിഷിൻ മോഹനെയൊക്കെ നമ്മൾ വെറുതെ എന്താ പറയാ, നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്ന് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചു ജിഷിൻ മോഹനൊക്കെ. പക്ഷെ ഇത് തന്നെയാണ് ജിഷിൻ മോഹനും, സെയിം മിസ്റ്റേക്കാണ് ജിഷിൻ മോഹനും കാണിക്കാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നു.